ഫ്രണ്ട്സ്, എമിലിൻ റോസ് ആർട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ പ്ലെയിൻ ചുരിദാറിലാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. അത് കരിനീല കളറിലെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ കരിനീല കളറിലെ എംബ്രോയ്ഡറി നൂലും റെഡ് കളറും പിന്നെ ആങ്കർ പേൾ കോട്ടൺ ത്രെഡ് റോസ് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ത്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് ഞാൻ ട്യൂബ് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഈ കരിനീല കളറിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചുരിദാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാർബൺ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് വരച്ചെടുക്കുക. ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ ഇതുമേയാണ് ഞാനിനി ട്യൂബ് ബീഡ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അടിയിൽ നിന്ന് ഞാൻ സൂചി ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. 2 ട്യൂബ്സുകൾ ഞാനിപ്പോൾ നൂലിൽ കോർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മൾ താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു മുത്തിൻ്റെ മേളിലായിട്ട് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് ഈ മേളിലത്തെ മുത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ സൂചി ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. വീണ്ടും ഇതുപോലെ തന്നെ 2 മുത്ത് നമ്മളിങ്ങനെ കോർത്തെടുക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വീണ്ടും അടിയിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുക. സൈഡിലായിട്ട് വീണ്ടും സൂചി ഒരെണ്ണത്തിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് സൂചി വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. ചെയ്യുമ്പോൾ 2 മുത്ത് വെച്ച് ചെയ്യാനായിട്ട് നോക്കണം. എന്നാലേ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനും നല്ല ലോക്കായിട്ട് ഇരിക്കുകയേ ചെയ്യുള്ളൂ. ഞാൻ ഈ ഷിഫോൺ മെറ്റീരിയലാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയലിലും ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇവിടെ ചുറ്റും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ കെട്ടിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ലീഫ് പോലെ ഇതുപോലെ 2 കളറായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. റോസ് കളറും റെഡ് കളറാണ് ഞാനിപ്പോൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് റോസ് കളറുള്ള നൂലാണ്. സൂചിയിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ നൂല് കോർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റം കെട്ടിയിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ലീഫാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ അടിയിൽ നിന്ന് സൂചി വലിച്ചെടുത്തിട്ടുണ്ട്. ഇടത്തെ കൈ കൊണ്ട് നൂലിങ്ങനെ പിടിക്കുക. ലോങ് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സൂചീനെ ഒരു 4 പ്രാവശ്യം ഞാനിങ്ങനെ ചുറ്റിക്കുക സൂചിയെ. എന്നിട്ട് ഇത് ഇത്രയും ലെങ്ത്തിൽ ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് ഈ നൂലിങ്ങനെ വലിക്കുക. എന്നിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കുക. താഴേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വീണ്ടും നമ്മളിങ്ങനെ കുത്തിയെടുക്കുക. ഇനി ചെയ്യുമ്പോൾ ഇതിൻ്റെ ചെറുതായിട്ട് ചെയ്യുക. ഇത്രയും ഡിസ്റ്റൻസ് ഇതിനേക്കാളും ചെറുത് ചെയ്യുക. എന്നിട്ട് ഈ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിക്കണം. അല്ലെങ്കിൽ അവിടെ ലൂസായി പോവും. അപ്പോൾ നമ്മൾ ടൈറ്റായിട്ട് തന്നെ വലിച്ചു പിടിക്കുക. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുക. 4 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അടുത്തായിട്ട് ഇതിങ്ങനെ കുത്തുക. എന്നിട്ട് ഈ ഇടത്തെ കൈ കൊണ്ട് നൂലിങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ഓരോ ലീഫുകൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെ റോസ് ആണെങ്കിൽ ഇനി അടുത്തത് ഇവിടെ റെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ റോസ് ചെയ്യുക. അങ്ങനെ മാറി മാറിയാണ് നമ്മൾ ഓരോ കളറും ചെയ്തെടുക്കാൻ പോണത്.
ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവറാണ്. ഇത് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 2 കളറായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ മെറ്റീരിയൽ കളർ തന്നെ കരിനീല കളറും പിന്നെ റെഡ് കളറായിട്ടാണ് ഞാൻ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. താഴത്തുനിന്ന് സൂചി ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഇത്രയും ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇത് ഇവിടെ ഇങ്ങനെ കുത്താം. സൂചി ഇങ്ങനെ വയ്ക്കാം. ഞാൻ ഈ ബുള്ളിയൻ നോട്ട് ചെയ്യണതിൻ്റെ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. സൂചി നമ്മൾ താഴേക്ക് ഇറക്കി കൊടുക്കുക. വീണ്ടും ഇതുപോലെ തന്നെ ഇത് ഇവിടെ ആയിട്ട് നമ്മൾ സൂചി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വീണ്ടും ഈ ചെയ്തപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ റാ പോലെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ബുള്ളിയൻ നോട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൂ പോലെ ഈ ഒരു റെഡ് പൂവാണ് നമ്മളിനി ഇതിൻ്റെ ഔട്ട്ലൈൻ പോലെ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ നിന്ന് സൂചി ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. ഈ ബുള്ളിയൻ നോട്ട് ചെയ്യണതിന് സെയിം തന്നെയാണ് ഇത് ഇവിടെയും ചെയ്യണത്. ഇതിപ്പോൾ നമ്മുടെ ബുള്ളിയൻ റോസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ഷുഗർ ബീഡ്സ് റോസ് കളറിൽ ഇതുപോലെയൊക്കെ ഞാൻ ഷുഗർ ബീഡ്സ് ഞാൻ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഫുൾ ഫിനിഷിങ് ആയിട്ടുണ്ട്.